إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات جميع مشايخنا وأساتذتنا مصنف هذا الكتاب وأستاذنا الشهيد علوي كل أستاذ رضي الله عنه اللهم وإلى حضرات سيدنا تقي الدين محمد الدارمي القادري رضي الله عنه اللهم انفعنا بهم بأسرارهم وبعلومهم. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. ومنهم أبو علي الفضيل بن عياض خراساني من ناحية مروة. كان الفضيل رحمه الله شاطرا يقطع الطريق بين അബീവർദ എന്ന് പറയുന്ന സ്ഥലത്തോട് ഇങ്ങനെ പോവാണ്. സർഹസ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഏതോ രണ്ട് രാജ്യങ്ങളായിരിക്കും മനുഷ്യന്മാർ. നിങ്ങൾ പിന്നെ പറയും കൗലുഹു ഏതായാലും പറയട്ടെ. കാന സബബ് തൗബത്തി മാമാരുടെ ചരിത്രമാകുമ്പം പിന്നെ ഈ സ്ഥലങ്ങളും പേരുകളൊക്കെ ഉണ്ടാവും. അവരങ്ങനെ അതേ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാന സബബ് തൗബത്തിഹി അവരുടെ തൗബയുടെ കാരണമായിരുന്നു അന്നഹു അശിഖ ജാരിയത്ത് ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? فبينما هو يرتقي അത് കയറാൻ അത് ജുദറാന ഒരു ഭിത്തി ഒരു മതിൽ ചാടി അങ്ങനെ പോവാണ്. ഇലേഹ അവളിലേക്ക് ആ ജാരിയത്തിലേക്ക് ഒരു മതിൽ ചാടി ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു പാവത്തിലേക്ക് പോയത് താഴത്തിലേക്കുള്ള മടക്കായി എന്ന് പറയാൻ പോലെ. ചരിത്രത്തിൽ നിന്ന് ചങ്ങായി പാവം ചെയ്യാൻ വേണ്ടി ഫുദൈൽ ബിൻ ഇയാദ് തങ്ങൾ പാവം ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടുന്ന് താഴത്തിലേക്ക് വന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മളെ കാര്യം നമ്മൾ പടച്ചവനിലേക്ക് ഏൽപ്പിക്കുക. അല്ലാഹ് ഇലൈക സമിഅ താലിയൻ ഓതുന്ന ഒരാളെ കേട്ടു. യത്ലു അലം യഅനി ലില്ലദീന ആമനൂ ഈമാനുള്ളവർക്ക് സമയമായില്ലയോ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മാഷാഅല്ലാഹ്. അല്ലാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി അവരുടെ ഖൽബുകൾ ഭയക്കുന്നതിന് സമയമായില്ലയോ എന്ന ഒരു ആയത്ത് ഓതുന്നത് ഒരു ഓത്തുകാരനെ ഇങ്ങനെ കേൾക്കുകയാണ്. സമിഅ താലിയൻ ഇത് കേട്ടപ്പോഴത്തേക്ക് ഫഖാല യാ റബ്ബി ഖദ് ആന ഫറജഅ അല്ലാഹ് സമയമായി റബ്ബേ എന്നും പറഞ്ഞ ഒറ്റ മടക്കം ഫറജ അവിടുന്ന് മടങ്ങി. ഫാവാഹുൽ ലൈലു ഇലാ ഖരിബത്തിൻ അങ്ങനെ ആ രാത്രിയിൽ മഹാനവറുകൾ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് ചെന്നണഞ്ഞു. ഫൈദാ ഫീഹാ റിഫ്ഖത്തുൻ അല്ലാഹ് അങ്ങനെ ആ നാട്ടിൽ ആ ഖരിബയിൽ ഓർക്കുണ്ടായ ഒരു മയം ഉണ്ടാകാൻ റുഫ്ഖത്തുൻ ചങ്ങാതി ഫൈദാ ഫീഹാ റുഫഖത്തുൻ അവിടെ റിഫ്ഖത്തല്ല റുഫഖത്ത് റഫീഖ് റുഫഖത്തായിരിക്കും ചങ്ങായിമാർ. ഫഖാല ബഅദുഹും ചിലർ പറഞ്ഞു നർത്തഹിൽ നമ്മൾ പോവാ.
അപ്പോൾ ചില ഓരെ പറ്റി അറിയാവുന്നൊരു കാലകോമെന്നെത്താ നസ്ബഹ, നമ്മളിവിടെ നിൽക്കുക. പാവാഹുല്ലൈലില ഖരിബത്തിൻ, ഒരു രാത്രി അങ്ങനെ അയാൾ ഫുദൈൽ ഇബ്നു ഇയാദിനെ രാത്രി കൊണ്ട് കൂട്ടി ഒരു ഖരിബത്തിലേക്ക്, ഒരു പരിപാലനമില്ലാത്തൊരു ഭൂമി. അവിടെ നോക്കുമ്പോൾ കുറേ ചങ്ങായിമാരുണ്ട്. അപ്പോൾ ചങ്ങായിമാരോ നമുക്ക് പോകാം, നമ്മളെന്തിനോട് വയ്ക്കുന്നത്? അപ്പോൾ ചിലർ പറഞ്ഞില്ല, അവൻ പ്രഭാതത്തിൽ പോയാൽ മതി. ഇപ്പം ഇന്ന ഫുദൈലൻ അലത്തരീഖ് യഖ്തവഅലൈന, ഫുദൈൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇതുള്ള അറിയുന്ന ആൾക്കാർ, കശ്മീരിലെ ആൾക്കാരോ ഇങ്ങനെ അവർ അറിഞ്ഞു നോക്കുക, ഫുദൈൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ശാത്രൻ യഖ്തഅത്തരീഖ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പം ഫുദൈൽ കേൾക്കുകയാണ്, ഇതാള് ഫുദൈലാണെന്നും ഒന്നും അവർക്കറിയില്ല. ഫുദൈൽ നമ്മളെ വഴിക്കൊള്ളക്കാരനുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നമ്മളിവിടെ നിൽക്കണ്ട, പോകാമെന്നല്ല, പോകാൻ പറ്റില്ല, അവിടെ വഴിയിലാളുണ്ടോ നമ്മളെ പിടിക്കാൻ, അതുകൊണ്ട് നമ്മൾ പ്രഭാതത്തിൽ പോകാമെന്ന്. പക്ഷെ ഇത് കേട്ടത് മഹാനവറുകളാണ്. ഫതാബൽ ഫുദൈലു, ഫുദൈൽ തൗബ ചെയ്തു. വഅമിനഹും, ഇല്ല ഫുദൈൽ ഇനി കക്കില്ല, ഇനി കൊള്ള കാണിക്കില്ല, വഴികൊള്ള ചെയ്യുകയില്ല എന്ന് ഫുദൈൽ റളിയല്ലാഹു അൻഹു അവർക്ക് അമ്ന കൊടുത്തു. വജാവറൽ ഹറം, പിന്നെ ഹറമിൽ പോയി ഹത്താ മാത്ത, അവിടെ തന്നെ താമസിച്ചു, അവിടെ മരിച്ചു. അങ്ങനത്തെ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ. വഖാലൽ ഫുദൈൽ ഇബ്നു ഇയാദ് ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അക്സറ ഗമ്മഹു, അല്ലാഹു എന്ത് ചെയ്തു? ഒരു ദാസനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവന് എന്ത് ചെയ്യുന്നതാണ്? വിഷമങ്ങളെ ഏറ്റിക്കൊടുക്കുന്നതാണ്. അങ്ങനെയല്ലേ? വിഷമത്തിൽ കൂടിയല്ലേ അങ്ങോട്ട് എത്തുകയെന്ന് എൻ്റെ മേന. പ്രയാസപ്പെട്ടാലേ അങ്ങ് എത്തുകയുള്ളൂ. പ്രയാസം ഇദാ അഹബ്ബല്ലാഹു അബദൻ, ഹബ്ബ മൂന്നക്ഷരാണ്, പിന്നെ രണ്ടാക്കി അങ്ങനെയൊക്കെ പറയില്ലേ ഹബ്ബ്. അങ്ങനെയാണ്. അള്ളാഹു ഇഷ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ നല്ല ഇബാദത്ത് ഞാൻ തൗഫീഖ് കൊടുക്കുക. ബിതദ്കീരി അംരി ആഖിറത്തിഹി, അവൻ്റെ ആഖിറത്തിൻ്റെ കാര്യത്തിനെ ഓർമ്മപ്പെടുത്തി കൊടുക്കൽ കൊണ്ട് ഒന്ന്. ബിതഖ്സീരിഹി ഫി അംരി ദീനിഹി, പടച്ചോനെ ഞാനിത്ര നാൾ ജീവിച്ചിട്ട് നമുക്കൊന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ള ദീൻ കാര്യത്തിലുള്ള വീഴ്ചയെ ഓർമ്മപ്പെടുത്തി കൊടുക്കും. വഅദമി നുഹ്ലത്തിഹി ഫി തഅത്തിഹി ലിറബ്ബിഹി ഇൻദ നഫ്സിഹി, പടച്ചോനെ ഒരുപാട് നാൾ ജീവിച്ചല്ലോ, അല്ലാഹു തആലയ്ക്ക് തഅത്ത് ചെയ്തോ ഇല്ല, ചെയ്തത് സ്വീകരിച്ചോ ഇല്ല എന്ന ആ വമ്മ, അതാണ് അക്സറ വമ്മഹു. മഹാനായ റഈസുൽ ഉലമ ഇവിടെ വന്ന് നമ്മളെ ദർസിൻ്റെ ഒരു ചെറിയ പരിപാടിയായിട്ട്. അപ്പോൾ എന്താണ് സിൽവർ ജൂബിലിയാണ്. ഇപ്പോൾ 25 കൊല്ലം തുടങ്ങിയിട്ട് 25 കൊല്ലമായെന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ റഈസുൽ ഉലമ പറഞ്ഞു, ഞാൻ തുടങ്ങിയത് എനിക്ക് തന്നെ അറിയില്ല എത്രയാണെന്ന്. 25 കൊല്ലം എന്നൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്ന ഒരാളെ പറ്റിയിട്ട്, ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പം അവർക്കതൊന്നും ഒരു എന്തല്ല, അതിനകത്തൊന്നും ഒരു ശുഊറില്ല എന്ന് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ജഗപോകയായിട്ടിങ്ങനെ നടക്കല്ല, നമ്മൾ തന്നെ ഏറ്റവും വലിയ ആൾക്കാരെന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടേക്കാണ് എൻ്റെ വിഷയങ്ങൾ. അവർക്കുള്ള ഹമ്മ് അല്ലാഹു തആല പെരുപ്പിച്ചു കൊടുക്കും. ആഖിറത്തിനെ പറ്റി ചിന്തിക്കുക. പടച്ചോനെ ദീൻ കാര്യത്തിൽ ഒരുപാട് വീഴ്ച വരുത്തിയ ആളാണല്ലോ റബ്ബേ. പിന്നെ അല്ലാഹു തആല ഒരുപാട് ആയുസ് തന്നു, കുറേ ആയുസുകൾ തന്നു, നല്ല സമയം തന്നു, അവിടൊക്കെ ഇബാദത്തിന് ഭംഗം വരുത്തിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നലുകൾ ഇങ്ങനെ കൊടുക്കും. അള്ളാഹു ഒരു ദാസനെ ഇഷ്ടപ്പെട്ടാൽ, ഇപ്പം ഇതാ അബ്ഗള അബ്ദൻ, അല്ലാഹു തആല ഒരു ദാസനോട് ഭയങ്കര ദേഷ്യം പിടിച്ചാലോ, വസ്സഅ അലൈഹി ദുനിയാഹു, ദുനിയാവ് അവനങ്ങോട്ട് വിശാലാക്കി കൊടുക്കും. അപ്പോൾ ദുനിയാവുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല,
അങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കല്ലേ. കൽബ് ദുനിയാവുമായിട്ടങ്ങ് ജോലിയാക്കും, അത്രേ ഉള്ളൂ. അപ്പം അശ്രദ്ധ കൂടുതലാവും. ഇദാ ബഗള അബ്ദൻ വസ്സഅ അലൈഹി ദുനിയാഹു വശഗലഹു അൻഹു ബിഹുബ്ബിഹി ലഹാ മാ അദ്റക ഇൻദനാ മൻ അദ്റക ബികസറത്തി സിയാമിൻ വലാ സ്വലാത്തിൻ വലാകിൻ ബിസഖാഇൻ നഫ്സി വസലാമത്തി സ്വദർ. ആനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചത് അതിറക്ക മാതിറക്ക ഇന്ധന മന്നതിറക്ക നമ്മുടെ അടുക്കൽ എത്തിച്ചവരൊന്നും എത്തിച്ചില്ല. നോമ്പിനെ പെരുപ്പിക്കലുണ്ടോ, സലാത്തിനെ പെരുപ്പിക്കലുണ്ടോ, നിഷ്കരിച്ചില്ല എന്ന് അർത്ഥം വെച്ചാലും പോയിട്ട് പെരുപ്പം ഫർദൊക്കെ കഴിച്ച് കുറെ അതിന്റെ മറ്റത്തിലുള്ള സുന്നത്തും പിന്നെ അതിനകത്ത് കൂടുതൽ പെരുപ്പിച്ചില്ല എന്നതിന് അർത്ഥമുള്ളൂ. വലാകിൻ ബി സഖാഇൻ നഫ്സ് സലാമത്തി സദർ. നമ്മളെ കൽബിൽ ആരോടും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾക്ക് കിട്ടുന്നതൊക്കെ മനുഷ്യന്മാർക്ക് കൊടുക്കും. വൻ നുസ്ഹത്തിനിൽ ഉമ്മ, സമുദായത്തിന് സമൂഹത്തിന് നന്മ വരുന്നതൊക്കെ ഉപദേശിച്ചു കൊടുക്കും. അതാണ് അതിൻ്റെ മേന. അങ്ങനെയാണ് നമ്മുടെ അടുക്കൽ എത്തിച്ചവരൊക്കെ എത്തിച്ചത് എന്ന് മനസ്സിലായോ? അല്ലാഹ് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ പറ്റിയിട്ട് മനുഷ്യന്മാർ പലതും പറഞ്ഞിരിക്കണം. ഖാല ഇബ്നുൽ മുബാറക് പറയാം, ഫഖാല ഇബ്നുൽ മുബാറക് ഇദാ മാതൽ ഫുളൈൽ ഇർതഫഅൽ ഹുസ്നു. ഫുളൈൽ വഫാത്തായാൽ ഇവിടെ ഹുസ്നുണ്ടാവില്ല. കാരണം ഹുസ്ന് പെരുത്ത ആൾ ഫുളൈലാണ് എന്ന് അവരെ പറ്റി ഇങ്ങനെ പറയും. ഇബ്നുൽ മുബാറക് വലിയ ആളാണ്, അവർക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ മുഹമ്മദിയായ സ്വഭാവം ഹുസ്നിങ്ങനെ പെരുക്കണം. ഫകാന ദായിമൽ അഹ്സാനി തഖല്ലുഖൻ എന്നൊക്കെ ആൾക്കാർ ശരഴ്തിക്കുന്നത്. അൽ ബാലിഗുൽ കൗനിഹി കാന അക്സറൻ നാസി ഹുസ്നൻ ഫീ വഖ്തിഹി. അക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള ആള് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളാണ് എന്ന് മനസ്സിലായോ? അല്ലാഹ്, ഇനിയും ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പലതും പറഞ്ഞിരിക്കണം. എല്ലാവരും ദ്വാരക്കീൻ ശഅബാന്റെ രാത്രിയാണല്ലോ, എല്ലാവരും ഞമ്മക്കൊണ്ട് ദ്വാരക്കും. ഒന്നല്ല ഒന്ന് ദ്വാരക്കാനിപ്പോൾ എന്തല്ല ദർസിന്റെ തൗഫീഖിനും പിന്നെ നമുക്ക് മരിക്കാൻ നേരത്ത് നല്ലോണം മരിച്ചാലും നല്ലോണം മരിച്ചില്ലെങ്കിൽ മോശമല്ലേ. പിന്നെ ആഫിയത്തോളം ദീർഘായുസ്, ആ ദീർഘായുസ് മുഴുക്കുകയും ഇന്നുകൊണ്ട് ജോലിയാനും വേറെ ഒന്നിനും വേണ്ടി നിങ്ങൾ ദ്വാരക്കണ്ട. എനിക്ക് വേറെ എല്ലാം അള്ളാഹു തരുന്നുണ്ട് ഇങ്ങനെ. പിന്നെ ഇപ്പോൾ അതിന് വേണ്ടി നമ്മൾ ദ്വാരക്കുന്ന മോശമല്ലേ.